തീർച്ചയായും തീർച്ചയായും വയനാട് ലോക്സഭാ മണ്ഡലം രാഹുൽ ഗാന്ധിക്കുള്ളതാണ്. മുക്കത്തെ ആളുകൾ വോട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രിക്കായാണ്. പ്രധാനമന്ത്രിക്കാണ്. മുക്കത്തെ ആളുകൾ വോട്ട് പ്രധാനമന്ത്രിക്കാണ്. ഓക്കെ, ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയാണ് ഈ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ അദ്ദേഹം സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരിക്കലും മാറ്റാൻ പാടില്ല എന്നാണ് അഭിപ്രായം. ഇവിടുത്തെ ഒരു ട്രെൻഡ് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിക്കുള്ള ഒരു വോട്ട് ആ ഒരു ലെവലിൽ തന്നെയാണ് എല്ലാവരും ചിന്താഗതി വരുന്നത്. അതായത് നോമിനേഷൻ നൽകി തിരിച്ചു പോയാൽ മതി, അദ്ദേഹത്തെ ജയിപ്പിച്ചോളും. തീർച്ചയായും വയനാട് ലോക്സഭാ മണ്ഡലം രാഹുൽ ഗാന്ധിക്കുള്ളതാണ്. മുഹബത്ത് കാ ദുഃഖാൻ തുറക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. രാജ്യം മുഴുവൻ അദ്ദേഹം നടന്നുകൊണ്ട് ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരാൾ വയനാട്ടിൽ വന്നാണോ മത്സരിക്കേണ്ടതെന്നൊരു ചോദ്യം അദ്ദേഹത്തിന്റെ എതിരാളികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. പോയിട്ട് ഉത്തരേന്ത്യയിൽ ഈ വിദ്വേഷവും വെറുപ്പും കൂടുതലുള്ള സ്ഥലങ്ങളിൽ പോയി മത്സരിക്കേണ്ടതെന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതേക്കുറിച്ച് എന്താ അഭിപ്രായം? തീർച്ചയായും 5 വർഷം ഇവിടെ രാഹുൽ ഗാന്ധി ഭരിച്ചതല്ലേ. അപ്പോൾ ഓൾറെഡി ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തന്നെ വരുമ്പോൾ 100% അതിനെ തട്ടിത്തെറിപ്പിക്കാൻ ആളുകൾ മുന്നോട്ട് വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. അല്ല, അങ്ങനെയല്ല. കേരളം പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു സൗഹാർദ്ദമുള്ള സ്ഥലമാണ്. അവിടെ വന്ന് മത്സരിക്കേണ്ട ഒരാളാണോ രാഹുൽ എന്നാണ് ചോദ്യം. മത്സരിക്കാൻ എവിടെയും ഇന്ത്യ രാജ്യത്ത് എവിടെയും മത്സരിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വയനാട്ടിൽ മത്സരിച്ച് പ്രത്യേകിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം എൻ്റെ കൺസെപ്റ്റിൽ. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന പ്രതീക്ഷയാണ്. ആവണം എന്നാണ് പ്രതീക്ഷ. ആവട്ടെ. അതായത് മുക്കത്തെ ആളുകൾ വോട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രിക്കാണ്. മുക്കത്തെ ആളുകൾ വോട്ട് പ്രധാനമന്ത്രിക്കാണ്.